അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, നരകത്തിൽ നിന്ന് രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന വിഷയങ്ങളാണല്ലോ. അതൊക്കെ സാധാരണ എല്ലാവരും അള്ളാഹുവിനോടാണ് ചോദിക്കുക. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അള്ളാഹുവെ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. എന്നാൽ ഈ നരകത്തിൽ നിന്ന് കാക്കണം എന്നതുപോലും സ്വഹാബത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നു, ഒരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു യാത്രാ സംഘം വരികയാണ്. ആ യാത്രയിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് എത്താനായപ്പോൾ ഈ ചെറുപ്പക്കാരൻ ബാക്കിയുള്ളവരോട് പറഞ്ഞു, ഇദ്ഹബു ഫബായിഉ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പോയി മുത്തുനബിയോട് സംസാരിക്കൂ, ബൈഅത്ത് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കാം. അങ്ങനെ ആ യാത്രയിൽ വന്ന ബാക്കിയുള്ളവരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്ത് സംസാരിച്ചു. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോകുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഒറ്റക്ക് മുത്തുനബിയുടെ അരികിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ മുത്തുനബിയെ, അസ്തജീറുക മിനന്നാർ, അങ്ങെന്നെ നരകത്തിൽ നിന്ന് കാക്കണേ. ഇത് കേട്ട സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു, മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിടൂ. അപ്പോൾ ആ സ്വഹാബി വിട്ടിട്ടില്ല. ആ സ്വഹാബി പിന്നെയും പറയുകയാണ്, വല്ലദീ ബഅസഹു, ഈ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ച അല്ലാഹു ആണേ സത്യം, ലാ അത്റുക്കുഹു ഹത്താ യുജീറനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടല്ലാതെ മുത്തുനബിയെ ഞാൻ വിടില്ല. എന്തൊരു ദൃഢമായ വിശ്വാസമാണത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുകയാണ്, യാ മുഹമ്മദ് അജിർഹു, നബിയെ, അങ്ങ് ആ വ്യക്തിയെ, ആ സ്വഹാബിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോളൂ. ഫൈനല്ലാഹ തആല ഖദ് അജാറഹു, കാരണം അല്ലാഹു തആല ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ഈ ചരിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ ദുന്യാവിലെ ഏതെങ്കിലും ചെറിയ വിഷയങ്ങളല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബി ഒന്ന് ചോദിക്കുന്നത്, മറിച്ച് നരകത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ, എന്നോട് ചോദിക്കാൻ പാടില്ല, സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണ് എന്നൊന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ തിരുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശുഅബുൽ ഈമാനിന്റെ 735 ഹദീസ്, ബാബുൻ ഫിൽ ഖൗഫി മിനല്ലാഹി തആല, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിന് താഴെയാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഈ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നരകത്തിൽ നിന്ന് കാക്കണമെന്ന് നേരിട്ട് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണല്ലോ നബിയെ, അതുകൊണ്ട് അങ്ങൊന്ന് ഇടപെട്ട് അങ്ങൊന്ന് കാരണമായി അങ്ങയുടെ റെക്കമെൻഡ് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ എന്നതാണ് ഉദ്ദേശം എന്ന് മനസ്സിലാവാത്ത ആരാണുള്ളത്? കാരണം ആ സ്വഹാബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൽ വിശ്വസിച്ച ആളാണല്ലോ. അതുകൊണ്ടാണ് മുത്തുനബി തിരുത്താതിരുന്നത്. ഇതിങ്ങനെ ഷിർക്കാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, ജിബ്രീൽ അലൈഹിസ്സലാമിന്, ആ സ്വഹാബിക്ക്, ഇത് നമ്മോട് പറഞ്ഞു തന്ന ഇബ്നു അബ്ബാസ് തങ്ങൾക്ക്, ഇത് നമുക്ക് ഉദ്ധരിച്ചു തന്ന ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇവർക്കൊന്നും ഷിർക്കും തൗഹീദും തിരിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, മറിച്ച് ഇതായിരുന്നു സ്വഹാബത്തിൻ്റെ ജീവിതം. അവർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുത്തുനബിയെ സമീപിച്ചിരുന്നു, ഇസ്തിഗാസ ചെയ്തിരുന്നു. ആ ഒരു വഴിയാണ് മഹാന്മാർ തുടർന്നു വരുന്നതും നമ്മളിങ്ങനെ തുടർന്നു പോകുന്നതും. അള്ളാഹു എന്നും അഹ്ലുസുന്നയിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.